ഭംഗിയുള്ള ഒരു ഭാഗത്തിരുന്ന് ഊണ് കഴിക്കാമെന്ന് കൃഷ്ണൻ പറഞ്ഞത് കേട്ട് ചങ്ങാതിമാരെല്ലാം സന്തോഷിച്ചു. പശുക്കളെയും പശുക്കുട്ടികളെയും അവർ വേഗത്തിൽ താമരപ്പൊയ്കയുടെ തീരത്ത് കൊണ്ടുപോയി. അവ വ്യാപ്തിയാവോളം വെള്ളം കുടിച്ചു. അനന്തരം അവയെ അവർ പുൽത്തകിടിയിൽ മേയാൻ വിട്ടു. അവയെ നോക്കിയാൽ കാണാൻ പറ്റുന്ന വിധം ഒരിടത്ത് ഊണ് കഴിക്കുന്നതാണ് നല്ലതെന്ന് അവർക്കറിയാം. അങ്ങനെയൊരു സ്ഥലത്ത് എല്ലാവരും കൂടി ഇരുന്നു. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതും ഉറികളിൽ സൂക്ഷിച്ചതുമായ ചോറും കറികളും അവർ ഓരോന്നോരോന്നായി എടുത്ത് അത്യധികം സന്തോഷത്തോടുകൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനൊരുങ്ങി. ഗോപാലകുമാരന്മാരെല്ലാവരും പരസ്പരം കാണുന്നത് പോലെ ശ്രീകൃഷ്ണനെയും കണ്ടുകൊണ്ടിരുന്നു. ശ്രീകൃഷ്ണന് ചുറ്റുമാണ് അവർ വൃത്താകൃതിയിലിരുന്നത്. അത് കാണുമ്പോൾ വിടർന്നിരിക്കുന്ന താമരപ്പൂവിനെയാണ് ഓർത്തുപോവുക. താമരപ്പൂവിന്റെ മധ്യത്തിലുള്ള വരാടകത്തിനു ചുറ്റും കേസരങ്ങൾ എന്ന പോലെയാണ് ശ്രീകൃഷ്ണന് ചുറ്റും ഗോപാലന്മാർ ശോഭിച്ചത്. ഊണ് കഴിക്കുന്നതിന് ഇലകളാണല്ലോ നല്ലത്. പക്ഷേ അവിടെ ഇലകളില്ലായിരുന്നു. അതുകൊണ്ട് വാഴയിലയ്ക്ക് പകരം അവരിൽ പലരും സാലവൃക്ഷത്തിന്റെ ഇലകൾ എടുത്തു. ചിലർ താമര ഇലകൾ എടുത്തു. മറ്റു ചിലരാകട്ടെ വെടിപ്പുള്ളതും പരന്നതുമായ ശിലകൾ തന്നെ ഇലയായി ഉപയോഗിച്ചു. അങ്ങനെ കൃഷ്ണൻ നടുക്കും ഗോപാലബാലന്മാർ ചുറ്റുമായി ഇരുന്ന് ഊണ് കഴിക്കുവാൻ തുടങ്ങി. അതിനിടയിൽ കൃഷ്ണൻ എല്ലാവരെയും കടാക്ഷിച്ചു പുഞ്ചിരി തൂങ്ങിക്കൊണ്ടിരുന്നു. ഗോപാലബാലന്മാരുടെ ഹൃദയം കുളിർത്തു. അപ്പോൾ കൃഷ്ണൻ തന്റെ കക്ഷത്തിൽ നിന്ന് ഓടക്കുഴലെടുത്ത് നാഭീസ്ഥാനത്ത് തിരികെ വെച്ചു. നെയ്യിൽ ചേർത്തുരുട്ടിയ ചോറിൽ കറി ചേർത്ത് കൃഷ്ണൻ ഉണ്ണാൻ ആരംഭിച്ചു. അതോടെ എല്ലാവരും ഊണ് തുടങ്ങി. അതിനിടയ്ക്ക് അഖിലേശ്വരനായ കൃഷ്ണൻ പലതരം വിനോദങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ആ വിനോദങ്ങളിൽ ഭ്രമിച്ച് ഗോപാലന്മാർ സന്തോഷത്തോടെ അനിയന്ത്രിതമായി ചിരിക്കാൻ തുടങ്ങി. ഭക്ഷണം വായിലിരിക്കുമ്പോൾ ചിരിച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയാമല്ലോ. ഭക്ഷണം തൊണ്ടയിൽ അകപ്പെട്ടതുമൂലം അവർ ഗോഷ്ഠികൾ കാണിച്ചു. ഫലിതമയമായ ഈ രംഗം ബ്രഹ്മാവ് ആകാശത്തിൽ നിന്ന് കണ്ടുകൊണ്ട് ചെറിയൊരു വിനോദത്തിന് മുതിരുന്നു. മായാശക്തിയിൽ മാനുഷ ബാലവേഷം അവലംബിച്ചിരിക്കുന്ന കൃഷ്ണന് എന്തെങ്കിലും ശക്തിഹീനത്വം വന്നിട്ടുണ്ടോ എന്ന് പരീക്ഷിക്കണമെന്ന് ബ്രഹ്മാവിന് തോന്നി. ഭഗവാന്റെ മനോഹരമായ മാഹാത്മ്യം വീണ്ടും കാണാനുള്ള ആഗ്രഹമാണ് ബ്രഹ്മാവിനെ ഈ കൃത്യത്തിന് പ്രേരിപ്പിച്ചത്. അതിനുവേണ്ടി ബ്രഹ്മാവ് മായാപ്രയോഗത്തിൽ പശുക്കളെ മുഴുവൻ മറച്ചു കളഞ്ഞു. പശുക്കളെ നേരിൽ കാണാൻ കഴിയുന്ന രീതിയിലാണ് കൃഷ്ണനും ചങ്ങാതിമാരും ഊണ് കഴിക്കാനുള്ള സ്ഥലം തിരഞ്ഞെടുത്തത്. ഇടയ്ക്കിടെ അവർ പശുക്കളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ പെട്ടെന്ന് പശുക്കൾ അപ്രത്യക്ഷരായതുകൊണ്ട് ഗോപാലബാലന്മാർ പരിഭ്രാന്തരായി. പശുക്കൾക്ക് എന്തു പറ്റിയെന്ന് അന്വേഷിക്കാൻ അവർ വ്യഗ്രത കാട്ടിയപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ ഇത്രയേറെ പരിഭ്രമിക്കുന്നത് എന്തിനാണ്? സമൃദ്ധമായ പുല്ല് വളർന്നു നിൽക്കുന്ന ഏതെങ്കിലും സ്ഥലം കണ്ടിട്ട് പശുക്കൾ അങ്ങോട്ട് പോയിരിക്കും. നമ്മളെല്ലാവരും ഊണ് കഴിക്കാൻ ഈ സ്ഥലത്ത് വന്നതുപോലെ. ഒരു കാര്യം ചെയ്യൂ, നിങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് ഭക്ഷണം സുഖമായി കഴിക്കുക. ഞാൻ തന്നെ പോയി പശുക്കൾ എവിടെയുണ്ടെന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ പറഞ്ഞിട്ട് ശ്രീകൃഷ്ണൻ കയ്യിലിരിക്കുന്ന ചോറുരുള താഴെയിടാനോ കൈ കഴുകാനോ ഉള്ള സമയം പോലും എടുക്കാതെ കാട്ടിനുള്ളിൽ കടന്നു ചെന്നു. അവിടെയെങ്ങും പശുക്കളെ കണ്ടില്ല. അവയുടെ ഒച്ച കേട്ടതുമില്ല. ഇത് കഷ്ടമാണല്ലോ എന്ന് കൃഷ്ണൻ വിചാരിച്ചു. കൺമുന്നിൽ നിന്ന് പുല്ല് മേഞ്ഞുകൊണ്ടിരിക്കുന്ന പശുക്കളെല്ലാം മറഞ്ഞിരിക്കുന്നു. അവയെല്ലാം ഇപ്രകാരം മറഞ്ഞതിന്റെ കാരണം എന്താണ്? സർവ്വതിനും കാരണഭൂതനായ ഭഗവാൻ കൃഷ്ണൻ അവിടെ പശുക്കൾ മറഞ്ഞിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ആലോചിച്ചു കുഴയുന്നു. പശുക്കളെ അന്വേഷിച്ചുകൊണ്ട് കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി. അവിടെയുള്ള ഘോരമായ കാടുകളിലും പശുക്കളെ കണ്ടില്ല. അതുകൊണ്ട് കൃഷ്ണൻ ചങ്ങാതിമാരുടെ അടുത്തേക്ക് തന്നെ മടങ്ങി. അപ്പോൾ അത്ഭുതം, അവരെയും അവിടെ കാണാനില്ല. അവർ ഭക്ഷിച്ചു കൊണ്ടിരുന്ന ചോറും കറികളും കൂടി കാണാനില്ല. അവരും പശുക്കളെ അന്വേഷിച്ച് പോയിരിക്കാമെന്ന വിചാരത്തോടു കൂടി കൃഷ്ണൻ അവരുടെ പേരുകൾ ഉച്ചത്തിൽ വിളിച്ചു. അവിടെയെങ്ങും ഓടി നടന്ന പേരുകൾ വിളിച്ചു. ഇവിടെ ഇഷ്ടപ്രകാരം ഓടി നടക്കുന്നതാരാണ്? സാക്ഷാൽ ജഗദീശ്വരൻ. ദേവന്മാർ ഇപ്പോൾ വിചാരിക്കുന്നു, വേദങ്ങൾ ഓതിയും ധ്യാനിച്ചും ഭജിച്ചും ഏത് പാദപങ്കജങ്ങളെയാണോ ഏവരും തിരയുന്നത്, ആ പാദപങ്കജങ്ങൾ ഇവിടെ മലയിലും കല്ലിലും മുള്ളിലും മറ്റും ഉരസി വിഷമിക്കുന്നില്ലേ? ഇങ്ങനെ വിഷമിക്കാതെ നേരെ വീട്ടിലേക്ക് പോയാലോ? കൂട്ടുകാരെയും പശുക്കളെയും ഉപേക്ഷിച്ചിട്ട് ചെന്നാൽ അമ്മ ശിക്ഷിക്കുകയില്ലേ? ദൈവമായും കേവലം ഒരു ബാലനായും കൃഷ്ണനെ ഒരേ സമയം കണ്ടുകൊണ്ടാണ് വിവരണം. മേയാൻ വിട്ടിരിക്കുന്ന പശുക്കളെ കാണാതെയായി. പശുക്കളെ എവിടെ പോയെന്ന് അന്വേഷിച്ച് കൃഷ്ണൻ കാട്ടിലെങ്ങും നടന്നു. പശുക്കളെ എങ്ങും കണ്ടുകിട്ടിയില്ല. മടങ്ങി വന്നപ്പോൾ ചങ്ങാതിമാരെയും കാണാനില്ല. അവരെവിടെയെന്ന് തിരയുന്ന കൃഷ്ണനെ ദേവന്മാർ
അലിവോടുകൂടി നോക്കുന്നു. ദേവന്മാരുടെ വിചാരം തുടരുന്നു. പശുക്കളെയും ചങ്ങാതികളെയും അന്വേഷിച്ച് അലയുന്ന ഈ കാർവർണ്ണൻ അലച്ചിലിന്റെ ഫലമായി വ്യാധികൾ പിടിപെട്ട് വിഷമിക്കുകയില്ലേ? പാലും വെണ്ണയും നുകർന്നുകൊണ്ട് ആനന്ദത്തോടു കൂടി കളിച്ചു നടന്ന കുട്ടിയല്ലേ? തനിക്ക് പ്രാണനായ ചങ്ങാതിമാർ, രാത്രിയിലെ ഉറക്കത്തെപ്പോലും തന്നോട് കൂടെയുള്ള ചങ്ങാതിമാർ അവരെ പിരിഞ്ഞ് വ്യസനിക്കുമ്പോൾ കൃഷ്ണൻ തന്റെ ജീവൻ പോലും വേർപെട്ടു പോവുകയില്ലേ? ഇപ്രകാരം വിചാരിച്ചിട്ട് ദേവന്മാർ ബ്രഹ്മാവിനോടായി പറയുന്നു, ധാതാവേ, ചെറിയൊരു ബാലനോട് അങ്ങ് ഇങ്ങനെ ചെയ്യുന്നത് നീതിയല്ല. ഇപ്രകാരമുള്ള വിചാരങ്ങളാൽ ദീനരായി നിൽക്കുന്ന ദേവന്മാരെ കൃഷ്ണൻ കണ്ടു. കൃഷ്ണൻ തന്റെ ഉൾക്കണ്ണുകൊണ്ട് അപ്പോൾ സത്യം മനസ്സിലാക്കി. ഇതെല്ലാം ബ്രഹ്മാവിന്റെ മായാ വൈഭവമാണെന്നുള്ള സത്യം. ബ്രഹ്മാവിന്റെ ഈ മതം ഇല്ലാതാക്കുന്നതിന് എന്താണ് വഴി? പശുക്കളെയും കൂട്ടുകാരെയും ഗോപാലന്മാർ അന്വേഷിക്കുമ്പോൾ ഞാൻ എന്താണ് പറയുക? ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് തന്റെ പ്രഭാവം വെളിപ്പെടുത്തി കാണിക്കണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചു.